ഹായ് ഫ്രണ്ട്സ്, RRB JEE സ്റ്റഡി ബ്ലോഗിൻ്റെ ഡേ 7 ആണ്. നമ്മളിതുവരെ റീസണിങ്ങും അതുപോലെ തന്നെ ഫിസിക്സും മാത്രമല്ലേ നോക്കിയിട്ടുള്ളൂ. ഇനിയും കുറേ സബ്ജക്റ്റ് എഴുതുന്നുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസിൽ തന്നെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്തല്ലോ. ഇപ്പം നോക്കിയ സബ്ജക്റ്റിൽ തന്നെ ഇനിയും കുറേ പോർഷൻസ് പെൻഡിങ് കിടക്കുന്നുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള പോരല്ലോ സബ്ജക്റ്റാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അങ്ങനെ റീസണിങ് പോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എല്ലാം വലിയ വലിയ ചാപ്റ്റേഴ്സാണ്. അങ്ങനെ ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നോക്കാമെന്ന് വിചാരിച്ചു. ബുക്ക് എടുത്ത് ഏതാ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ നോക്കിയപ്പോൾ നമ്പർ സിസ്റ്റം പേര് കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നിയാലും അകത്തെ കണ്ടൻസ് എങ്ങനെയാണെന്നുള്ളത് പഠിച്ച് തുടങ്ങുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ അതിനകത്ത് വരുന്നത് ടൈപ്സ് ഓഫ് നമ്പേഴ്സ്, ഡിവിസിബിലിറ്റി റൂള്, നമ്പർ ഓഫ് ട്രെയിലിംഗ് സീറോ, സക്സസീവ് ഡിവിഷൻ, ഫാക്ടേഴ്സ്, സ്ക്വയേഴ്സ് ആൻഡ് ക്യൂബ്സ്, റിമൈൻഡർ തിയറം, AP ആൻഡ് GP, യൂണിറ്റ്സ് ഡിജിറ്റ്, ലാസ്റ്റ് 2 ഡിജിറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ സബ് ടോപ്പിക്സുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് എളുപ്പമാണോ അതോ ഇനി ടഫാണോ എന്നുള്ളത് പഠിച്ച് തുടങ്ങുമ്പോൾ അറിയാം. പേര് കേട്ടിട്ട് ചിലതൊക്കെ ഈസിയാണ് അല്ലെങ്കിൽ ചിലതൊക്കെ ടഫാന്നൊക്കെ തോന്നുന്നുണ്ട്. പഠിച്ചാലല്ലേ ഇന്നത്തെ എന്താ കണ്ടൻറ് എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇന്ന് അതുകൊണ്ടിരിക്കാമെന്ന് ചോദിച്ചു. രാവിലെ തൊട്ട് ഉച്ച വരെ അതുകൊണ്ട് തന്നെ ഇരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇനി ബോറടിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് തീർക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. ചുമ്മാ തീർത്തിട്ട് കാര്യമില്ല, പഠിച്ച് തന്നെ തീർക്കണം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബാക്കി സമയം കൂടെ നമ്പർ സിസ്റ്റം തന്നെ നോക്കാമെന്ന്. അങ്ങനെ പഠിച്ച് നമ്പർ സിസ്റ്റം കൊണ്ടായിരുന്നു ഇന്നത്തെ ദിവസം മൊത്തം ഇരുന്നത്. പിന്നെ ഓൾറെഡി മെനഞ്ഞാന്ന് നോക്കിയ ക്വസ്റ്റ്യൻസ് PYQ ഞാൻ നോക്കിയായിരുന്നല്ലോ. അതിൻ്റെ 50 ക്വസ്റ്റ്യൻസ് അല്ലേ ഇന്നലെ നോക്കിയുള്ളൂ. ബാക്കി 50 ഇന്നത്തേക്ക് വെച്ചേക്കുമായിരുന്നല്ലോ. അപ്പോൾ അത് പെൻഡിങ് ആയി. അത് നോക്കിപ്പോയാൽ ഇനി ഇതിനൊരു ബ്രേക്ക് വന്നാലോ എത്ര ദിവസം കൊണ്ട് തീർക്കാവോ, അതായത് മിനിമം നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് എനിക്ക് ചാപ്റ്റർ തീർക്കണം എന്നാണ്. വെറുതെ തീർത്തിട്ട് കാര്യമില്ല, പഠിച്ച് തീർക്കണമെന്ന് തന്നെ. അപ്പം ഞാൻ അതുകൊണ്ട് തൽക്കാലം ബാക്കി 50 ക്വസ്റ്റ്യൻസ് മാറ്റി വെച്ചു. പിന്നെ അങ്ങനെ ഇന്നത്തെ ദിവസം മൊത്തം നമ്പർ സിസ്റ്റം കൊണ്ടായിരുന്നത്. ഇനി പറയാനുള്ളത് ഇന്നലെ ഞാൻ ചോദിച്ചായിരുന്നു സാറ്റലൈറ്റിൽ യൂസ് ചെയ്യുന്ന വേവ്സ് ഏതാണ്. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? കമൻസ് ഒന്നും കണ്ടില്ല, അതാ ചോദിച്ചേ. സാറ്റലൈറ്റിൽ യൂസ് ചെയ്യുന്നത് റേഡിയോ വേവ്സ് ആണ്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 0 എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻറ്റിജർ ആണോ അതോ പോസിറ്റീവ് ഇൻറ്റിജർ ആണോ? ഒന്നുകൂടെ പറയാം. 0 എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻറ്റിജർ ആണോ അതോ പോസിറ്റീവ് ഇൻറ്റിജർ ആണോ? ഇന്നത്തെ അറിവ് എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നതാണ് ഏക ഈവൻ പ്രൈം നമ്പർ. ദാറ്റ് ഈസ് 2 ഈസ് ദ ഓൺലി 1 ഈവൻ പ്രൈം നമ്പർ. പ്രൈം നമ്പർ ഏതാണെന്ന് അറിയത്തില്ലെങ്കിൽ വേഗം പോയി പഠിച്ചോ. അപ്പോൾ പ്രൈം നമ്പറിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതോടെ ഇന്നത്തെ സെക്ഷൻ തീർന്നു. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.